പ്രവചനം 40-ാം അധ്യായത്തിൽ നിന്നുമാണ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ശക്തി നൽകുന്ന, ബലം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ബലം വർദ്ധിപ്പിക്കുവാൻ, ശക്തി വർദ്ധിപ്പിക്കുവാൻ, അത് പല മേഖലകൾക്കകത്ത്, പല നിലവാരങ്ങളിൽ ബലവും ശക്തിയും വർദ്ധിപ്പിക്കുവാൻ ജനം പ്രയത്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആത്മീക മേഖലകളിലേക്ക് നാം നോക്കുമ്പോൾ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളിലും, പ്രതികൂലങ്ങളിലും, പ്രാരാബ്ധതകളിലും ശാരീരിക ബലവും മാനസിക ബലവും ഒരുപക്ഷെ തളർന്ന് ക്ഷീണിച്ച് കുഴഞ്ഞ് പോകുന്ന അവസ്ഥകൾക്കകത്തൂടെയാണ് അനേകർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ശാരീരിക ബലവും മാനസിക ബലവും ഒക്കെ തളരുമ്പോൾ നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ ചെയ്യുവാൻ സാമ്പത്തികമായി നമ്മൾ ശക്തരല്ല, അല്ലെങ്കിൽ ബലമില്ല എങ്കിൽ അവിടെയും തളർന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആ പ്രതികൂലങ്ങൾക്കകത്ത് ആത്മീകമായും ശക്തി ക്ഷയിച്ചു പോകുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ ആയതിൻ്റെ നടുവിൽ ഏത് മേഖലയിലാണോ നമ്മുടെ ബലം, നമ്മുടെ ശക്തി കുറഞ്ഞിരിക്കുന്നത്, അത് ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ഏതുമാകട്ടെ, ആമേൻ, സ്തോത്രം, നമ്മൾ ആത്മാവിൽ ബലപ്പെട്ടു കഴിഞ്ഞാൽ, ആത്മാവിൽ നമുക്ക് ബലം തന്ന് നമ്മുടെ മറ്റ് ക്ലേശങ്ങളെ, നമ്മുടെ മറ്റ് ബലമില്ലായ്മകളെ ഒക്കെ മാറ്റി നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ഇന്ന് ചിലരുടെ ഉള്ളിൽ മാനസികമായ ഒരു കരുപ്പ്, ഒരു ബലം, ശാരീരികമായി ഒരു ബലം, ഒരു ശക്തി, ആത്മീകമായി ഒരു ബലം, കരുപ്പ് പകരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ആരൊക്കെയോ ഈ പ്രഭാതത്തിലും പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ തളർന്നും ക്ഷീണിച്ചും ശക്തിയില്ലാതെ ആമെ നിൽക്കുമ്പോൾ, യഹോവയുടെ കരം, ആമെ, അവൻ്റെ ആ പൊൻകരം, ആ വലത്തുകരം നിങ്ങളുടെ മേൽ വെച്ച് നിങ്ങൾക്ക് ശക്തി തരുവാൻ, നിങ്ങൾക്ക് ബലം തരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങളിലേക്ക് നാം വരുമ്പോൾ, സങ്കീർത്തനങ്ങൾ 68-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 68 അതിൻ്റെ 35 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പൊ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്ന ദൈവമാണ്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, നിന്റെ ശക്തിയും നിന്റെ ബലവും. കർത്താവേ, ഈ ധരയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ, ആത്മാവിൽ ഞങ്ങൾക്ക് മുന്നേറാൻ കഴിയണമെങ്കിൽ, ഞങ്ങൾക്ക് നിന്റെ ശക്തിയും നിന്റെ ബലവും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളുടെ ശരീരത്തിനകത്ത്, ഞങ്ങളുടെ മാനസിക മേഖലകളിൽ, ഞങ്ങളുടെ ആത്മീക തലങ്ങളിൽ, ആമേൻ, അങ്ങനെ തുടങ്ങുന്ന ഇത്യാദി ഓരോ ആമേൻ മേഖലകളിലും ഞങ്ങൾക്ക് ശക്തിയും ബലവും, ദ പവർ ആൻഡ് സ്ട്രെങ്ത്, ആമേൻ, ശക്തിയും ബലവും. എല്ലാവരുമായിരിക്കുന്ന ഇടങ്ങളിൽ അധരങ്ങൾ തുറന്നു പറഞ്ഞാട്ട്, ശക്തിയും ബലവും. അവൻ ബലമില്ലാത്തവന് ബലം
വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവമാണ്. ഇന്ന് എവിടെയാണോ സഹോദര, എവിടെയാണോ കുഞ്ഞെ നീ ബലമില്ലാതെ ശക്തി ക്ഷയിച്ചവനായി, നമുക്കറിയാം ഏലിയാവ് എന്ന മനുഷ്യൻ, ദൈവപുരുഷൻ, ദൈവഭക്തൻ, വളരെ ശക്തിയോടെ, വളരെ പവറോടെ, വളരെ സ്ട്രെങ്തോടെ നിന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ചില സാഹചര്യങ്ങൾ, ചില വാക്കുകൾ, ചില ജീവിത അനുഭവങ്ങൾ ശക്തി ക്ഷയിച്ചവനായി ചുരച്ചടിയുടെ കീഴിൽ താൻ കടന്ന് മരിക്കുവാനിച്ഛിച്ചു. എന്നാൽ യഹോവയായ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു എന്നാണ് നാം വായിച്ചത്. ഇസ്രായേലിൻ്റെ ദൈവം അവൻ കുഴഞ്ഞവനായി, ശക്തി നഷ്ടപ്പെട്ടവനായി, ബലം നഷ്ടപ്പെട്ടവനായി കടന്നപ്പോൾ അങ്ങ് പോകട്ടെന്നല്ല, എൻ്റെ ദൈവം നമുക്ക് ശക്തി വർദ്ധിപ്പിച്ച് നമ്മുടെ അരയെ മുറുക്കി നമ്മൾ കുഴഞ്ഞു പോയ ഇടങ്ങളിൽ, തളർന്നിരിക്കുന്ന മേഖലകളിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ഞാൻ ഒരു ദൂത് നിങ്ങളോട് പറയാം. നിങ്ങൾ എഴുന്നേൽക്കുന്ന ഒരു ദിവസമായി, നിങ്ങൾ എഴുന്നേൽക്കുന്ന ആണ്ടായി, നിങ്ങൾ എഴുന്നേൽക്കുന്ന ആഴ്ചയായി, മാസക്കാലഘട്ടങ്ങളായി ഇത് തീരാൻ പോകുന്നു. കാരണം ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും നൽകുന്നു. നിങ്ങളൊരു രോഗിയായി തീർന്നിരിക്കുകയാണോ? നിങ്ങൾ രോഗക്കിടക്കയിലാണോ? എൻ്റെ ദൈവം നിങ്ങളുടെ അസ്ഥികൾക്ക്, നിങ്ങളുടെ സന്ധി മജ്ജകൾക്ക്, നിങ്ങളുടെ നാഡീ ഞരമ്പുകൾക്ക് ശക്തിയും ബലവും തന്ന് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അതെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ മരിച്ചു പോവുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു, അവൻ്റെ കരം വീര്യം പ്രവർത്തിക്കുന്നു. അതായത് മൈറ്റി പവർ ഉള്ള ആ കരം ഇന്ന് നിനക്ക് ശക്തിയും ബലവും പകർന്ന് നിന്റെ ബലഹീനതകളിൽ, ക്ഷീണങ്ങളിൽ നീ കുഴഞ്ഞു പോകുവാനല്ല, മറിച്ച് ജയത്തോടെ സ്തോത്രം ആ മേഖലകളെ തരണം ചെയ്ത് ജയത്തോടെ മുന്നേറാൻ നമ്മളെ സഹായിക്കുന്ന ദൈവം. അതേ സങ്കീർത്തനത്തിൻ്റെ തന്നെ 28-ാമത്തെ വാക്യവും കൂടെ നമുക്ക് വായിക്കാം. 68-ാം സങ്കീർത്തനം 28-ാമത്തെ വാക്യവും ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. കമോൺ, നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിൽ നിന്നൊരു ഓർഡർ നിന്റെ കുടുംബത്തിന്മേൽ, നിന്റെ മേൽ വരികയാണ്. നീ ക്ഷീണിച്ചിരുന്ന ശാരീരിക മേഖലകളാകട്ടെ, മാനസിക മേഖലകളാകട്ടെ, എവിടെയാണോ ആത്മീക തലങ്ങളാകട്ടെ, നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. അവൻ കൽപ്പിച്ചു, അങ്ങനെ ഇതൊക്കെ ഉണ്ടായെന്നാണ്. അവൻ അരുളി ചെയ്തു, അവൻ കൽപ്പിച്ചു. അങ്ങനെ ഇത് സ്ഥാപിതമായി. അങ്ങനെയെങ്കിൽ ഈ അവൻ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അവൻ സ്തോത്രം അങ്ങനെ ഓരോന്നും അവൻ അരുളി ചെയ്തു, കൽപ്പിച്ചു. അങ്ങനെ ഉണ്ടായി എങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളെ നോക്കി നിങ്ങളുടെ ബലഹീനമായിരിക്കുന്ന ഓരോ മേഖലകളില്ലേ, ആ ഓരോ ഏരിയകളെ നോക്കി എൻ്റെ ദൈവം ഇന്ന് ബലം കൽപ്പിക്കുന്നു. മാനസികമായി ബലം കൽപ്പിക്കുന്നു, ശാരീരികമായി ബലം കൽപ്പിക്കുന്നു, ആത്മീകമായി ബലം കൽപ്പിക്കുന്നു. ഏതൊക്കെ മേഖലയിലാണോ, ഫൈനാൻസ് മേഖലകളിൽ ബലം കൽപ്പിക്കുന്നു. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവം നമുക്ക് ബലം തരുന്ന ദൈവമാണ്. നിന്റെ ദൈവം നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് സ്തോത്രം വിരാമം ഇടുന്നതിന് മുന്നമേ ഒരു വാക്യവും കൂടെ വായിക്കാം. സങ്കീർത്തനങ്ങൾ 29-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 29:11, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ നിനക്ക് ബലം കൽപ്പിച്ചിരിക്കുന്നു. യഹോവ തൻ്റെ ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും
ബലവും കൊടുക്കുന്നു. ഹല്ലേലൂയ. കണ്ണുകളടച്ചാട്ടെ. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരു പുതിയ ശക്തിയെ അങ്ങയുടെ വേല ചെയ്യുവാൻ, അങ്ങയുടെ രാജ്യത്തിനു വേണ്ടി ഓടുവാൻ, അങ്ങയുടെ നാമത്തിനു വേണ്ടി നിൽക്കുവാൻ, ആമേ, ഒരു പുതിയ ശക്തിയെ, ഒരു പുതിയ ബലത്തെ ഞങ്ങളുടെ മേൽ നീ കൽപ്പിച്ചതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.